ഒരുപാട് നാളുകൾക്ക് ശേഷം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു ഡേ ആയിരുന്നു ഇത്. വിദ്യുൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ പോകുന്നത്. ഈ ദിവസം എങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള പ്രായം അവനായിട്ടില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു അത്. ഈ ദിവസം നിഷ്കളങ്കരായ കുറച്ച് ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണ് കനിവ് സ്നേഹതീരം. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളവരെ സ്വീകരിച്ച രീതി, ഞങ്ങൾ കണ്ടപ്പോൾ അവരുടെ ഫേസിലെ സന്തോഷം, ശരിക്കും ഞങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. വിദ്യുത് അവരുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ മിങ്കിളായി. അമ്മയ്ക്ക് പാട്ട് പാടി കൊടുക്കേ. പാട്. ഞങ്ങൾ അവരുടെ കൂടെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് എന്ത് അടിപൊളി പാട്ടാണല്ലേ പാടുന്നത്. ഒന്നിച്ച് ഫുഡ് കഴിച്ചു, അവർ വിദ്യുത്തിന് ഫുഡ് കൊടുത്ത്, അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു അത്. എത്രയോ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയോ ചിലവാക്കുന്നു. ഈ ആഘോഷം ഇവരുടെ കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. അങ്ങനെ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് കാപ്പാട് ബീച്ചിലേക്കാണ്. ജസ്റ്റ് കാണണം എന്ന് വിചാരിച്ചിട്ടേ പോയുള്ളൂ. പക്ഷെ പതുക്കെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കളി തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഈവനിങ് ഫാമിലിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ. അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye.